ഹായ് എവരി വൺ, വെൽക്കം ടു ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. ഓരോ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ 6 സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. അതിനു മുൻപ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനായി മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഈ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ നോക്കൂ. ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം സിൻസ്. മലയാളത്തിൽ നമ്മൾ പറയാറില്ലേ കുറേ നാളായി ഒരു കാര്യം ചെയ്തിട്ട് എന്ന്. അപ്പോൾ ഈ സെൻറ്റൻസ് സ്ട്രക്ചർ ഉപയോഗിക്കാം. ഇറ്റ് ഹാസ് ബീൻ എന്നതിൻ്റെ ഷോർട്ട് ഫോമായി ഇറ്റ്സ് ബീൻ എന്നും പറയാം. ഇനി ഈ സെൻറ്റൻസ് സ്ട്രക്ചർ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് വി വെൻറ്റ് ഷോപ്പിംഗ്. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ട് ഒരുപാട് നാളായി. പ്ലീസ് റിപ്പീറ്റ്. എൻ്റെ ഒപ്പം പറയൂ. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് വി വെൻറ്റ് ഷോപ്പിംഗ്. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് വി വെൻറ്റ് ഷോപ്പിംഗ്. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ട് ഒരുപാട് നാളായി. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് ഹി റിസൈൻഡ് ഫ്രം ഹിസ് ജോബ്. അയാളുടെ ജോലിയിൽ നിന്നും റിസൈൻ ചെയ്തിട്ട് ഒരുപാട് നാളായി. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് ഹി റിസൈൻഡ് ഫ്രം ഹിസ് ജോബ്. It's been a long time since he resigned from his job. അയാളുടെ ജോലിയിൽ നിന്നും റിസൈൻ ചെയ്തിട്ട് ഒരുപാട് നാളായി. എന്നാൽ ഞാൻ അവളെ കണ്ടുമുട്ടിയിട്ട് ഒരുപാട് നാളായി. എങ്ങനെ പറയാം? It's been a long time since I met her. It's been a long time since I met her. It's been a long time since I met her. ഈ സെൻറ്റൻസ് നോക്കൂ. ഞാൻ നന്നായി ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നാളായി. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് ഐ എയ്റ്റ് വെൽ. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് ഐ എയ്റ്റ് വെൽ. ഞാൻ നന്നായി ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നാളായി. നെക്സ്റ്റ് സെൻറ്റൻസ് സ്ട്രക്ചർ ഐ വിൽ ലെറ്റ് യു നോ. ഞാൻ നിങ്ങളെ അറിയിക്കാം. ഐ വിൽ ലെറ്റ് യു നോ. ഇനി ഈ സെൻറ്റൻസ് സ്ട്രക്ചർ ഉപയോഗിച്ച് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഐ വിൽ ലെറ്റ് യു നോ about this as soon as possible. ഇതിനെക്കുറിച്ച് എത്രയും വേഗം ഞാൻ നിങ്ങളെ അറിയിക്കാം. I will let you know about this as soon as possible. Please repeat. I will let you know about this as soon as possible. ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. I will let you know if there are any changes. I will let you know if there are any changes. I will let you know if there are any changes. After making a decision, I will let you know. ഒരു തീരുമാനമെടുത്ത ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കാം. After making a decision, I will let you know. After making a decision, I will let you know. ഒരു തീരുമാനമെടുത്ത ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കാം. നെക്സ്റ്റ് സെൻറ്റൻസ് സ്ട്രക്ചർ I feel like. എനിക്ക് തോന്നുന്നു. എനിക്ക് വീട്ടിൽ വരാൻ തോന്നുന്നു. ഐ ഫീൽ ലൈക്ക് കമ്മിങ് ഹോം. ഐ ഫീൽ ലൈക്ക് കമ്മിങ് ഹോം. എനിക്ക് വീട്ടിൽ വരാൻ തോന്നുന്നു. ഐ ഫീൽ ലൈക്ക് കമ്മിങ് ഹോം. എനിക്ക് പുറത്തു പോകാൻ തോന്നുന്നു. ഐ ഫീൽ ലൈക്ക് ഗോയിങ് ഔട്ട്. ഐ ഫീൽ ലൈക്ക് ഗോയിങ് ഔട്ട്. എനിക്ക് പുറത്തു പോകാൻ തോന്നുന്നു. ഐ ഫീൽ ലൈക്ക് ഗോയിങ് ഔട്ട്. ഞാനൊരു തെറ്റ് ചെയ്തതായി എനിക്ക് തോന്നുന്നു. I feel like I made a mistake. I feel like I made a mistake. I feel like I made a mistake. എനിക്കൊരു ബ്രേക്ക് ആവശ്യമാണെന്ന് തോന്നുന്നു. I feel like I need a break. I feel like I need a break. എനിക്കൊരു ബ്രേക്ക് ആവശ്യമാണെന്ന് തോന്നുന്നു. I feel like I need a break. അടുത്ത സെൻറ്റൻസ് സ്ട്രക്ചർ It doesn't look like. അതുപോലെ തോന്നുന്നില്ല. ഇറ്റ് ഡസൻ ലുക്ക് ലൈക്ക്. സെൻറ്റൻസിലൂടെ പ്രാക്ടീസ് ചെയ്യാം. ഇത് കാണാൻ പുതിയതുപോലെ തോന്നുന്നില്ല. ഇറ്റ് ഡസൻ ലുക്ക് ലൈക്ക് എ ഫ്രഷ് വൺ. ഇറ്റ് ഡസൻ ലുക്ക് ലൈക്ക് എ ഫ്രഷ് വൺ. പ്ലീസ് റിപ്പീറ്റ്. ഇറ്റ് ഡസൻ ലുക്ക് ലൈക്ക് എ ഫ്രഷ് വൺ. ഇറ്റ് ഡസൻ ലുക്ക് ലൈക്ക് എ വെരി ഗുഡ് ഐഡിയ. ഇത് വളരെ നല്ലൊരു ആശയമായി തോന്നുന്നില്ല. It doesn't look like a very good idea. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായി തോന്നുന്നില്ല. It doesn't look like a difficult task. It doesn't look like a difficult task. It doesn't look like a serious problem.
ഇത് കാണുമ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമായി തോന്നുന്നില്ല. ഇറ്റ് ഡസൻറ്റ് ലുക്ക് ലൈക്ക് എ സീരിയസ് പ്രോബ്ലം. നെക്സ്റ്റ് ഐ ഹാഡ് ടു ഉപയോഗിച്ച് എവിടെ പറയാം? ഒരു കാര്യം എനിക്ക് ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ എനിക്ക് പറയേണ്ടി വന്നു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഐ ഹാഡ് ടു ഉപയോഗിച്ച് പറയാം. ഐ ഹാഡ് ടു ലീവ് ഏർലി. എനിക്ക് നേരത്തെ പോകേണ്ടി വന്നു. ഐ ഹാഡ് ടു ലീവ് ഏർലി. പ്ലീസ് റിപ്പീറ്റ്. ഐ ഹാഡ് ടു ലീവ് ഏർലി. എനിക്ക് നേരത്തെ പോകേണ്ടി വന്നു. ഐ ഹാഡ് ടു ക്യാൻസൽ മൈ പ്ലാൻസ്. എനിക്ക് എൻ്റെ പ്ലാൻ എല്ലാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഐ ഹാഡ് ടു ക്യാൻസൽ മൈ പ്ലാൻസ്. പ്ലീസ് റിപ്പീറ്റ്. ഐ ഹാഡ് ടു ക്യാൻസൽ മൈ പ്ലാൻസ്. ഐ ഹാഡ് ടു മേക്ക് എ ഡിഫിക്കൽട്ട് ഡിസിഷൻ. എനിക്കൊരു ബുദ്ധിമുട്ടുള്ള തീരുമാനം എടുക്കേണ്ടി വന്നു. ഐ ഹാഡ് ടു മേക്ക് എ ഡിഫിക്കൽട്ട് ഡിസിഷൻ. ഐ ഹാഡ് ടു മേക്ക് എ ഡിഫിക്കൽട്ട് ഡിസിഷൻ. എനിക്ക് വൈകി ജോലി ചെയ്യേണ്ടി വന്നു. ഐ ഹാഡ് ടു വർക്ക് ലേറ്റ്. ഐ ഹാഡ് ടു വർക്ക് ലേറ്റ്. എനിക്ക് വൈകി ജോലി ചെയ്യേണ്ടി വന്നു. ഐ ഹാഡ് ടു വർക്ക് ലേറ്റ്. ദ ലാസ്റ്റ് വൺ, ഹൗ ഡു. എവിടെയൊക്കെയാണ് ഈ സ്ട്രക്ചർ ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കാം. ഹൗ ഡു ഐ അപ്ലൈ ഫോർ ദിസ് ജോബ്. എങ്ങനെയാണ് ഞാൻ ഈ ജോലിക്ക് അപേക്ഷിക്കേണ്ടത്? ഹൗ ഡു ഐ അപ്ലൈ ഫോർ ദിസ് ജോബ്. ഹൗ ഡു ഐ അപ്ലൈ ഫോർ ദിസ് ജോബ്. ഞാൻ എങ്ങനെ എയർപോർട്ടിലെത്തും? ഹൗ ഡു ഐ ഗെറ്റ് ടു ദി എയർപോർട്ട്. ഹൗ ഡു ഐ ഗെറ്റ് ടു ദി എയർപോർട്ട്. ഞാൻ എങ്ങനെ എയർപോർട്ടിലെത്തും? ഹൗ ഡു ഐ ഗെറ്റ് ടു ദി എയർപോർട്ട്. ഹൗ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് സോ ഫ്ലുവൻ്റ്ലി. നിങ്ങൾ എങ്ങനെയാണ് ഇത്ര ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? ഹൗ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് സോ ഫ്ലുവൻ്റ്ലി. ഹൗ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് സോ ഫ്ലുവൻ്റ്ലി. ഹൗ ഡു യു നോ ഹീ ഈസ് നോട്ട് ലൈയിങ്. അവൻ കള്ളം പറയുന്നില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഹൗ ഡു യു നോ ഹീ ഈസ് നോട്ട് ലൈയിങ്. ഹൗ ഡു യു നോ ഹീ ഈസ് നോട്ട് ലൈയിങ്. ഇതുപോലെ ഇംഗ്ലീഷിൽ ഓരോരോ സെൻറ്റൻസ് സ്ട്രക്ചർ ഉപയോഗിച്ച് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിയും. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.